ആ പോസ്റ്ററിങ് എടുത്തേ. അയ്യോ സാർ, മാധവൻ സാർ, നമസ്കാരം. ഈ സമയത്ത് ഇവിടെ എന്താ ചെയ്യുന്നേ? സാർ, ഗരം മസാലയുടെ പോസ്റ്റർ ഒട്ടിക്കാ സാർ. ഈ പോസ്റ്റർ ഒട്ടിക്കാനായിട്ട് ഞങ്ങൾ വേറെ ആരെയും ഏർപ്പാടാക്കിയിട്ടില്ല സാർ. അതിനുള്ള സാമ്പത്തികവും ഞങ്ങൾക്കില്ല സാർ. അതുകൊണ്ട് ഞാൻ തന്നെ പോസ്റ്ററെല്ലാം ഒട്ടിക്കാന്ന് പറഞ്ഞിറങ്ങിയതാ സാർ. അപ്പോ ഇതാ എന്റെ കുടുംബം എന്റെ കൂടെ ഉണ്ട് സാർ. വളരെ സന്തോഷം. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കുടുംബത്തിലുള്ളവരുടെ സപ്പോർട്ട് കിട്ടാൻ ഭാഗ്യം ചെയ്യണം. നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. ഒരു നല്ല പ്രൊഡക്റ്റിന് ഒരു പരസ്യത്തിന്റെ ആവശ്യമില്ല. ഒരാൾ പറയുന്നത് കേട്ട് മറ്റൊരാളത് വാങ്ങുമ്പോൾ അതാണ് അതിന്റെ സക്സസ്. സാർ, സാർ ഇത്രയും പറഞ്ഞില്ലേ, എന്തായാലും സക്സസ് ആവും സാർ. മാധവൻ സാർ, ഞാൻ സാറിന്റെ വലിയൊരു ഫാനാണ്. എന്റെ ഭാര്യ ചെയ്ത ഈ ജോലി സാർ അംഗീകരിച്ചു എന്ന കാര്യം ഞാൻ അറിഞ്ഞപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇങ്ങനെ ഒരു നല്ല ജോലി ചെയ്യുമ്പോ അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? സാർ, സംസാരിക്കുന്നതിനിടയില് ചോദിക്കാൻ വിട്ടുപോയി. സാറെന്താ ഈ സമയത്ത് ഇവിടെ? അത് പിന്നെ ഞാൻ ഇവിടെ ഒരാളെ കാണാൻ വേണ്ടി വന്നതാ. ആ സാർ, എന്തായാലും ഇതുവരെ വന്നില്ലേ? ഇവിടെ അടുത്ത ഞങ്ങളുടെ വീട്. സാറ് വരണം, വന്ന് കുറച്ച് കഴിച്ചിട്ട് പോണം. അയ്യോ, അത് സാരമില്ല, ഇനി ഒരു ദിവസം വരാം. സാർ, ഇതേ സാമ്പാർ പൊടി ഉപയോഗിച്ചാണ് എന്റെ ഭാര്യ സാമ്പാർ ഉണ്ടാക്കിയത്. സാർ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ പറ്റൂ. പ്ലീസ് വരണം സാർ. പാവപ്പെട്ടവരുടെ വീടാണെന്ന് കരുതി വരാതിരിക്കരുത്. അയ്യോ, അതുകൊണ്ടൊന്നുമല്ല. ഈ സമയത്ത് സാർ, ദയവ് ചെയ്ത് വരണം സാർ. സാറ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച ഉറപ്പായി ഈ ദിവസം ഞങ്ങൾ മരിക്കുന്നത് വരെ മറക്കില്ല സാർ. അയ്യോ, എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വരൂ, പോകാം. വരൂ സാർ. എവിടെയോ നഷ്ടപ്പെട്ടത് മറ്റൊരിടത്ത് തിരികെ കിട്ടുന്നു. എല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുക. സിദ്ധാർത്ഥ്, ലൊക്കേഷൻ ഇത് തന്നെയാണോ? ആരെയും കാണുന്നുമില്ല, ഭയങ്കര ഇരുട്ടും. ഇവിടെ തന്നെയാ ബോസ്. ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്താടാ ഇതൊക്കെ? ഞങ്ങളിങ്ങോട്ട് വന്നപ്പോ തന്നെ ഒരു സെക്കൻഡ് അങ്ങ് പേടിച്ചു പോയി. ഇത്രയും അറേഞ്ച്മെന്റ്സിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? നമ്മൾ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തേ ഉള്ളൂ. ബില്ലൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പോക്കറ്റ് കാലിയാകാൻ പോകുന്നത് നിന്റെ ആയിരിക്കും. ആ പറഞ്ഞ ശരിയാളിയാ. ബാച്ചിലർ പാർട്ടി ചെയ്യുമെന്ന് വിചാരിച്ചപ്പോ പാർട്ടി പോയിട്ട് ഒരു കല്യാണ സദ്യ കൂടെ ഇവൻ തന്നില്ല. വെറും ഒരു സ്നാക്സ് എന്ന് ഒഴിവാക്കി. സോറി ഡാളിയ, അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഏതാണ്ടൊക്കെ സംഭവിച്ചു. എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി ഞാൻ തരുന്നുണ്ട്. ഏയ്, എന്താടാ വന്ന ഉടനെ തന്നെ കളിയാക്കി കൊല്ലുന്നേ? ചുമ്മാതിരിക്കേ. അളിയാ, വീട്ടിലെല്ലാരും സമ്മതിച്ചോ? അതേടാ, അമ്മയും മുത്തച്ഛനും വളരെ പാവാ. ഞാനാണ് അവരോട് പറയാതെ തെറ്റ് ചെയ്തത്. ഹേ, ഫൈനലി എല്ലാം ഓക്കെ ആയില്ലേ? പിന്നെ എന്തിനാ ഡിസപ്പോയിന്റഡ് ആകുന്നേ? അതെ അല്ലേ, ആക്ച്വലി ഡിസപ്പോയിന്റഡ് ആവേണ്ടത് ഞങ്ങളല്ലേ. നിന്റെ കല്യാണത്തിന് വരുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ വളച്ച് കല്യാണം കഴിക്കാന്ന് വിചാരിച്ചപ്പോ അതിനുള്ള ചാൻസ് നീ തന്നില്ലല്ലോ. എടാ, ഒന്ന് തന്നാൽ എങ്ങനെയാ? എന്റെ ഭാര്യയ്ക്കോ? കല്യാണം കഴിഞ്ഞാ ഒരു മനസ്സും രണ്ട് ശരീരം എന്നാ പറയുന്നേ. ആ ഡെഫിനേഷൻ ഒരു ചേഞ്ചും ഇല്ല. 2 സ്ട്രോ, ഒരു കൂൾ ഡ്രിങ്ക്. ദാ ഇത് പിടിക്ക്. ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടും എന്തോ. Okay guys, it's time to have a dinner. എന്താടാ ഇതൊക്കെ? കല്യാണത്തിന് പോലും ഇത്രയും ഡെക്കറേഷൻ ഇല്ലായിരുന്നു. അറേഞ്ച്മെന്റ്സ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. ഈ പ്ലാനൊക്കെ ആരുടെയാ? എന്റെ അനുഷ്കയുടെ. അല്ലാതെ ഇവന്മാരൊക്കെയാണോ പ്ലാൻ ചെയ്യാൻ പോകുന്നത്?
തുളസി, തുളസി, നമ്മുടെ പലിശക്കാരൻ മുകേഷ് ഇല്ലേ, അവന്റെ വീട്ടിൽ നിന്ന് ഭയങ്കര വഴക്കായിരുന്നു. എന്തിനാ അമ്മാവാ? ആ മുകേഷ് വലിയ കുടുംബക്കാരനാ. പക്ഷെ അവന്റെ മക്കള് പാർട്ടി പബ് എന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടക്കുക. അതിന് അവന്റെ അച്ഛൻ അവനെ വഴക്ക് പറഞ്ഞതാ. അച്ഛൻ വഴക്ക് പറഞ്ഞതിന് അച്ഛനെതിരെ അവൻ കൈയോങ്ങിയെന്നാ പറഞ്ഞേ. ആ പ്രശ്നത്തിൽ ഇടപെടാൻ ഞാനൊന്ന് പോയിരുന്നു. അതാ ലേറ്റായത്. അങ്ങനെയാണോ അമ്മാവാ? ആ അവിടെ സംസാരിച്ച് നാക്കും തൊണ്ടയൊക്കെ വല്ലാതെ വരണ്ടു. കുറച്ച് വെള്ളം ഇങ്ങോട്ട് എടുത്തോ. ആ ശരി അമ്മാവാ. രാത്രി പാർട്ടിക്ക് വേണ്ടി പോയ പുതു ദമ്പതികൾക്ക് നേരെ അറ്റാക്ക് ഉണ്ടായി. രാത്രി പാർട്ടിക്ക് പോയ ആ യുവ ദമ്പതികൾക്ക് എന്താണ് ഉണ്ടായത്? പാർട്ടിക്ക് വേണ്ടി റിസോർട്ടിലേക്ക് അവരെ വിളിച്ചു വരുത്തിയ കൂട്ടുകാർ തന്നെയാണ് ഈ അറ്റാക്ക് നടത്തിയത്. ഇത്രയും വലിയ അറ്റാക്ക് ഉണ്ടായിട്ടും തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കേണ്ടി വന്ന ആ ദമ്പതികളുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ദമ്പതികളുടെ കൈയും കാലും കെട്ടിയിട്ട ശേഷമാണ് ഈ അറ്റാക്ക് അവർക്ക് നേരെ നടത്തിയത്. ഈ സംഭവം നടന്നത് വേറെ ഒരു സ്ഥലത്തുമല്ല, നമ്മുടെ ഈ സ്വന്തം നാട്ടിലാണിത് നടന്നിരിക്കുന്നത്. ഓരോ നാശങ്ങള്. എടാ ഉറക്കം തൂങ്ങി കല്യാണം കഴിഞ്ഞതോടെ പൊട്ടനായി പോയടാ. അമ്മാവാ, ഇനി ഇവരുടെ രണ്ടുപേരുടെ ഒരു ഡാൻസ് ആണ്. മിസ്റ്റർ ആദി, ആംബിയൻസ് നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഇവിടുത്തെ ഇന്റീരിയർ എല്ലാം എൻ്റെ ഇളയമ്മയാണ് ചെയ്തത്. ഇൻഫാക്ട് ഈ ഡിന്നർ പോലും ഇളയമ്മയുടെ അറേഞ്ച്മെന്റ് ആണ്. ഓ നൈസ്. So, it's your first project, right, Abhijit? How are you feeling? I'm very much excited. Ad shoot കഴിഞ്ഞു, റിസൾട്ട് ഒരു വീക്ക് കഴിയുമ്പോൾ അറിയാൻ പറ്റും. So we are waiting for that. Oh, so nice. All the best from my side. Thank you. അബി, ഞാൻ നിനക്ക് ഓൾ ദി ബെസ്റ്റ് പറയാ. ഇത്രയും ചെറിയ പ്രായത്തില് ഇത്രയും വലിയ പ്രോജക്റ്റ് നീ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എത്രയും വേഗം സക്സസ് പാർട്ടി അറേഞ്ച് ചെയ്ത് കളയാം. അപ്പൊ നിങ്ങൾ എല്ലാവരും മറക്കാതെ വരണം. Sure, madam. Thank you, ചെറിയമ്മേ. പ്ലീസ് ഹാവ് യുവർ ഡിന്നർ. ഇളയമ്മേ, പൂർണ്ണിമ എവിടെ? എക്സ്ക്യൂസ് മീ, ഞാനൊരു 5 മിനിറ്റ് വന്നേക്കാം. പ്ലീസ് ഡോണ്ട് മൈൻഡ്. It's okay. Carry on. ഗംഭീരം. ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞിരുന്നില്ലേ, ഇതില് മല്ലി അല്പം കൂടുതൽ ചേർന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത്രയും ടേസ്റ്റ്. ഒരു പ്രാവശ്യം ഈ സാമ്പാർ കഴിക്കുന്നവര് മറ്റൊരു കമ്പനിയുടെയും സാമ്പാർ പൊടി വാങ്ങിക്കാനേ പോകുന്നില്ല. താങ്ക് യു സർ. സാറിനെ പോലെ വലിയ ആൾക്കാര് ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെ പ്രശംസിക്കുന്നതേ വലിയ കാര്യം. നിങ്ങൾ കഴിക്കുന്നില്ലേ? കുഴപ്പമില്ല സർ, സാറ് കഴിക്കേ.
പൂർണിമ, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? അവിടെ എല്ലാരും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയല്ലേ? എല്ലാരും എന്ന് പറയുമ്പോ അച്ഛനുണ്ടോ? നിനക്ക് എന്താ പറ്റിയ പൂർണിമ? ദേ നോക്ക്, ഈ സമയത്ത് ഒന്നും കഴിക്കാതെ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. വന്നേ, എന്തെങ്കിലും കഴിക്കാം. അച്ഛൻ വരാതെ ഭക്ഷണം കഴിക്കില്ലെന്ന് പറഞ്ഞാൽ കഴിക്കില്ല, അത്രേ ഉള്ളൂ. പൂർണിമ, ദിസ് ഈസ് ടു മച്ച്. നമുക്ക് ഗസ്റ്റ് ഉണ്ട്, വാശി പിടിക്കല്ലേ. പ്ലീസ് ഒന്ന് വാ. നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ വയറ്റിലുള്ള കുഞ്ഞിനും പ്രശ്നമില്ലേ പൂർണിമ? പറയുന്നൊന്ന് മനസ്സിലാക്ക്. വയറ്റിലുള്ള കുഞ്ഞിന് പ്രശ്നമാകാതിരിക്കണമെങ്കിൽ ആ കുഞ്ഞിന്റെ അമ്മ കഴിച്ചാൽ മാത്രം പോരാ, ആ മനസ്സ് വേദനിക്കാതിരിക്കുകയും കൂടി വേണം. അച്ഛനോട് വീട്ടിലേക്ക് വരാൻ പാടില്ലെന്ന് പറഞ്ഞ് എന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഇപ്പൊ കഴിക്കാൻ പറഞ്ഞ ഞാൻ എങ്ങനെ കഴിക്കും? എന്നെ കൊണ്ട് പറ്റില്ല. മൈ ഗോഡ്, നിനക്ക് എന്താ കാര്യം പറഞ്ഞ മനസ്സിലാവാത്തെ? ഞാനും അതാ ചോദിക്കുന്നേ, നിങ്ങൾക്ക് എന്താ കാര്യം പറഞ്ഞ മനസ്സിലാവാത്തെ? ഓരോ തവണയും അച്ഛനെ വേദനിപ്പിക്കുമ്പോ അതിൽ അച്ഛൻ മാത്രമല്ല വിഷമിക്കുന്നത്, ഈ ഞാനും കൂടിയാ. പിന്നെ വയറ്റിലുള്ള നിങ്ങളുടെ അമ്മയും. പൂർണിമ, സ്റ്റോപ്പ് ഇറ്റ്. ഇപ്പൊ എന്താ വേണ്ടേ? അയാൾ വീട്ടിലേക്ക് വരണം. ശരി, ഫോൺ വിളിച്ച് പറ. അളിയാ, നമുക്ക് കാർഡ്സ് കളിച്ചാലോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. ഉറക്കം വരുന്നുണ്ടല്ലേ? റൂമിലേക്ക് പോണോ? അതേടാ. അനുഷ്ക, ആ കീ തന്നെ. ഇതാടാ, ഡോർ ലോക്ക്ഡ് ആണ്, നീ തന്നെ തുറക്ക്. ആ ശരി, എന്നാ നിങ്ങൾ വിട്ടോ. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അറിയായിരുന്നടാ, നീയൊക്കെ ഇങ്ങനെ ഈസി ആയിട്ട് കീ തന്നപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാ. നീയൊക്കെ എനിക്കിട്ട് എന്തോ പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന്. നീയൊക്കെ ഒരു ഫ്രണ്ട്സ് ആണോടാ? ദുഷ്മൻ എവിടെയാണെന്ന് ചോദിച്ചാലേ ദാ ഇവിടെ തന്നെ ഉണ്ട്. എന്തിനാ അനുഷ്ക വേറെ കീ കൊടുത്തത്? ഡാ തള്ളു രാജാവേ, നീ ഒരുപാട് അങ്ങ് തള്ളി മറിക്കണ്ട. ഇതെല്ലാം നിന്റെ പണിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പ്ലീസ് എടാ, മതിയാക്കടാ. കീ വേണമെങ്കിൽ തരാം, ബട്ട് ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താടി നിന്റെ കണ്ടീഷൻ? 2 ടാസ്ക് കൂടി ഉണ്ട്, അതിന് തയ്യാറാണോ? വേറെ വഴിയില്ലല്ലോ. ഇതാ കണ്ടീഷൻ നമ്പർ 1. ഇവൻ സിദ്ധാർത്ഥും നീ ശ്രീയായി മാറി പ്രപ്പോസ് ചെയ്യണം. നീ ഇപ്പൊ ശ്രീലക്ഷ്മിയാ. കം ഓൺ, ഡു ഇറ്റ് അളിയാ. കം ഓൺ അളിയാ, യു ഡു ഇറ്റ്. എടാ മണ്ട, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടാ. ഞാൻ നിന്നെ പ്രണയിക്കുന്നു. എന്താ ഓക്കെ ആണോ? എന്റെ പൊന്നു ശ്രീ, നീ ഇങ്ങനെ പേടിപ്പിക്കാണ് ചെയ്തേ. ഇപ്പൊ നിന്റെ ടേൺ ആണ് സിദ്ധാർത്ഥായി മാറി പ്രപ്പോസ് ചെയ്യാ. നിങ്ങൾ തന്നെയാ? നിങ്ങള് എനിക്ക് എനിക്ക് അല്ലല്ല, നിങ്ങള് ഇഷ്ടം. അതെ, നിങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഐ ലവ് യു. ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ കല്യാണം കഴിക്കൂ. അയ്യോ, ഇനിയൊരു ടാസ്ക് കൂടെ ഉണ്ടായിരുന്നോ? പോയി നിങ്ങൾ അങ്ങ് ചെയ്താ അവന്റെ ടാസ്ക് നീയൊക്കെ കൂടെ അങ്ങ് ചെയ്താ പോടാ അങ്ങോട്ട്. Thank you, Adi and Abhi. It was a really nice event. ഹേയ്, ഞാനല്ലേ നിങ്ങളോട് താങ്ക്സ് പറയണ്ടേ? താങ്ക്സ് ഫോർ ജോയിനിങ് us. വളരെ നന്ദി. നിങ്ങളുടെ ഭക്ഷണം, സ്നേഹം രണ്ടിനും. ഞാൻ പോയിട്ട് വരാം. വലിയ മനുഷ്യനായ സാറ് ഞങ്ങളുടെ ചെറിയ വീട്ടിൽ വന്നതേ പുണ്യമാണ് സാർ. ചില സമയങ്ങളിൽ ചെറിയ വീട്ടിൽ കിട്ടുന്ന സന്തോഷം മാളികയിൽ കിട്ടണമെന്നില്ല. ഓരോരുത്തരെയും നന്നായി മനസ്സിലാക്കി അവരോട് സംസാരിച്ച് സ്നേഹത്തോടെ കഴിയുന്ന ഫാമിലിയെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഹലോ, അച്ഛൻ ഇത് എവിടെയാ? അച്ഛന് വേണ്ടിട്ടാ കഴിക്കാതെ കാത്തിരിക്കുന്നെ. അയ്യോ, എന്താ മോളെ, ഇതുവരെയും ഭക്ഷണം കഴിച്ചില്ലേ? എന്താ ഇത്ര നേരിട്ട് വരാത്തെ? അയ്യോ, ഒരു പരിചയക്കാരന്റെ വീട്ടിലേക്ക് വന്നതാ മോളെ, അതാ ലേറ്റാവുന്നത്. എന്നാലും അച്ഛന്റെ മോനെ കുറ്റം പറയരുത്. അച്ഛൻ എന്താ വരാത്തെന്ന് എനിക്കറിയാം. അച്ഛന്റെ മോൻ തന്നെയാ അച്ഛനെ വിളിക്കാൻ അനുവാദം തന്നെ. ഒന്ന് വാ അച്ഛാ. നീ എന്തായി പറയുന്നേ? അത് പറഞ്ഞ് അവനോട് വഴക്കുണ്ടാക്കിയല്ലേ?
പിന്നല്ലാതെ വിട്ടുകളയോ ഞാൻ? നീ നല്ല ആളാ. ശരി, ഞാൻ ഉടനെ തന്നെ വരാം. നീ ആദ്യം ആഹാരം കഴിക്കേ. അതെങ്ങനെ പറ്റും? ഇന്ന് മുത്തച്ഛൻ വിളമ്പിത്തന്നല്ലേ കഴിക്കുള്ളൂന്നും പറഞ്ഞ് ഇവിടെ പേരക്കുട്ടി വാശിയില്ല. ഞാൻ വരാൻ ലേറ്റ് ആകും മോളെ. സാരമില്ല, വെയിറ്റ് ചെയ്യാം. ശരി ശരി, ഞാൻ വരാം. അതിനുള്ളിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കേ. ശരി അച്ഛ, സൂക്ഷിക്കണേ. പൂർണിമ, എല്ലാവരും ഭക്ഷണം കഴിച്ചോ? അവരൊക്കെ തിരിച്ചു പോയോന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ അച്ഛൻ ചോദിക്കുന്നേ. അവരൊക്കെ പോയി. അച്ഛനൊന്ന് വേഗം വാ. ശരി, വരട്ടെ. എടാ ഉറക്കം തൂങ്ങി. തുളസി, ദാ വരുന്നു അമ്മാവാ. അമ്മാവാ, തൊണ്ടയിലെ വെള്ളം പറ്റിയും തോന്നുന്നു. നിന്റെ മോനെ ഞാൻ അപ്പോഴും പോലും വിളിച്ചോണ്ടിരിക്കുക. എന്താന്ന് തിരിച്ചു വിളിച്ചു ചോദിക്കേണ്ട മര്യാദ എങ്കിലും ഉണ്ടോ അവന്? അമ്മാവാ, അത് പിന്നെ അപ്പു. ആ കൂപ്പൂരെ തന്നെ വിളിക്കവനെ. അവൻ വീട്ടിലില്ല അമ്മാവാ. ഇല്ലേ? പിന്നെ അവൻ എവിടെ പോയിരിക്കുക? അത് ഫ്രണ്ടിന്റെ വീട്ടില് പാർട്ടിക്കാ. പാർട്ടിക്ക്? രാത്രി പാർട്ടിക്ക് വേണ്ടി പോയ പുതു ദമ്പതികൾക്ക് നേരെ അറ്റാക്ക് ഉണ്ടായി. ആ കൂട്ടുകാർ തന്നെയാണ് ഈ അറ്റാക്ക് നടത്തിയത്. എത്ര ധൈര്യമുണ്ടവന് എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ പാർട്ടിക്ക് പോയിരിക്കുന്നു. ഈ കാലമേ നല്ലതല്ല. ഇപ്പൊ കല്യാണം കഴിഞ്ഞതേ ഉള്ളവരുടെ കുറച്ചെങ്കിലും ഉത്തരവാദിത്തം വേണ്ടേ നിനക്ക്? രാവിലെ എത്തുന്നാ പറഞ്ഞത് അമ്മാവാ. അത് കൊള്ളാം. ഇന്നത്തെ ക്രൈം സ്റ്റോറിയിൽ എന്താ സംഭവിച്ചെന്ന് അറിയോ നിനക്ക്? എന്താ നിനക്ക് കുറച്ചെങ്കിലും ഉത്തരവാദിത്തം വേണ്ടേ? അവനെ പറഞ്ഞയച്ചിരിക്കുന്നു. പോയി എന്റെ ഫോൺ എടുത്തുണ്ടോ? ചെല്ല്. അല്ല അമ്മാവാ. പോയി ഫോൺ എടുത്തുണ്ടോ? ഇങ്ങോട്ട് സാ. എടാ അളിയാ, എന്റെ ഫോൺ ഞാൻ അകത്ത് വെച്ച് മറന്നു. ഞാൻ ഡോറിനടുത്ത് നിപ്പുണ്ട്, ഒന്ന് എടുത്തുവാടാ. അളിയാ, അളിയാ, രചനയുടെ ഫോണും അകത്താ ഉള്ളത്. അളിയാ, എന്റെ തലയിലെടുത്തു. ബോസേ, ഇവരിതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാ. ഇങ്ങനെ വിട്ടാലേ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നടന്നു തന്നെ. ചിരിക്കുകയാണല്ലേ നിന്നെ. നിനക്കൊന്നും വേറെ ജോലിയില്ലടാ. ഇനി ഒരു തവണ കൂടെ വിളിച്ചാലുണ്ടല്ലോ അടിച്ച് നിന്റെ മുട്ടുകൾ ഞാൻ ഓടിക്കും, പറഞ്ഞേക്കാം. എടാ ഉറക്കം തൂങ്ങി. നീ എന്റെ മുട്ടുകാല തല്ലി ഓടിക്കറായല്ലേ? എത്ര ധൈര്യമാണോ നിനക്ക്? അത് പിന്നെ മുത്തശ്ശനായിരുന്നോ? നോക്ക്, ഇപ്പോ ഈ നിമിഷം തന്നെ നീ നിന്റെ ഭാര്യയും കൂട്ടി വീട്ടിലെത്തിയിരിക്കണം. അത്ര തന്നെ. മുത്തശ്ശ, അത് പിന്നെ ഇപ്പോഴോ? അത് ഒരുപാട് ലേറ്റ് ആയില്ലേ? ഞങ്ങൾ ഇവിടെ ഫ്രണ്ടിന്റെ വീട്ടിലാ ഉള്ളത്. ഇവിടുന്ന് അവിടെ എത്താൻ ഒരുപാട് ടൈം എടുക്കും. നോക്ക്, ഇപ്പൊ തന്നെ പുറപ്പെട്ട് ഇവിടെ എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ എന്റെ പേരക്കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് നീ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ പോലീസിനെ അയക്കും. അയ്യോ, എന്താ മുത്തശ്ശ, ഞങ്ങൾ രാവിലെ എത്തിക്കോളാം. ഈ ദത്തൻ ഒരു തവണ പറഞ്ഞാൽ അതനുസരിക്കണം. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തന്നെ ഈ വീട്ടിലെത്തിയിരിക്കണം. അത്രേ ഉള്ളൂ. മുത്തശ്ശ, മുത്തശ്ശ, ഒരു മിനിറ്റ്. മുത്തശ്ശ, എന്റെ മുട്ടുകാല് തല്ലി ഒടിച്ച് തലകുത്തി നിർത്തുന്നു നിന്റെ മോൻ. അവനിങ്ങോട്ട് വരട്ടെ. അവന്റെ കാലൊടിച്ച് അവന്റെ കൈ കൊടുക്കും. വേറെ ആരോന്ന് കരുതി അവൻ പറഞ്ഞതായിരിക്കും. അമ്മാവനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഒരിക്കലും അങ്ങനെ പറയില്ല. അതല്ലേ ഞാൻ നോക്കുന്നേ. ഈ ദത്തനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള ധൈര്യം അവന് എവിടുന്ന് കിട്ടാനാ? തുളസി, മനുഷ്യന്മാർക്ക് ധൈര്യം വരുന്നത് പരമാത്മാവ് ഉള്ളിൽ പ്രവേശിക്കുമ്പോഴായിരിക്കും.
ഈ നമ്മുടെ ഉറക്കം തൂങ്ങി അങ്ങനെ വല്ലതും. പരമാത്മാവോ എന്ന് വെച്ചാ എന്താ? അതാ നടക്കുന്നത്. ഭാര്യ ഭാര്യ എന്നർത്ഥം. നമ്മുടെ ഉറക്കം തൂങ്ങി എന്തെങ്കിലും. അയ്യോ ഇല്ല മാവ, അപ്പു അങ്ങനെയൊന്നും ചെയ്യില്ല.